നമസ്കാരം. ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പാസ്സായത്. ജപ്തി നടപടികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. അത് ഏത് തരത്തിലുള്ള റവന്യൂ റിക്കവറി ആയാലും ബാങ്കിൻ്റേതായാലും സർക്കാരിൻ്റേതായാലും മറ്റ് ഏജൻസികളുടേതായാലും ഒക്കെ തന്നെ ജപ്തി നടപടികളിൽ എല്ലായിടത്തും ഒരു സംശയാസ്പദമായ ഒരു പോയിന്റ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ ഇതുവരെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏത് സ്ഥാപനത്തിൻ്റെ ജപ്തി നടപടികൾ നേരിടുന്നവർക്കും പിഴ പലിശ ഇനത്തിൽ ഇളവ് ലഭിക്കുന്നതിനും പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ അവസരം നൽകുന്നതിനുമുള്ള കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ നിയമസഭ ഏകകണ്ഠമായിട്ടാണ് പാസാക്കിയത്. ഇനി എല്ലാത്തരം ജപ്തി നടപടികളിലും സർക്കാരിന് ഇടപെടാനും സാധിക്കും. ജപ്തിയിൽ പിടിച്ചെടുക്കുന്ന ഭൂമി ലേലത്തിൽ എടുക്കാൻ ആരും തയ്യാറല്ലെങ്കിൽ ₹1 നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കും. 5 വർഷത്തിനകം കുടിശ്ശിക തിരിച്ചടച്ച് ഉടമയ്ക്ക് ഈ ഭൂമി തിരിച്ചെടുക്കാൻ നിയമം അവസരം നൽകുന്നുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ ഉടമ മരിച്ചാൽ അയാളുടെ അവകാശികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആവശ്യവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജപ്തി നടപടിക്ക് കാരണമാകുന്ന വായ്പാ കുടിശ്ശികയിൽ ₹25,000 വരെ തഹസിൽദാർക്കും ₹1,00,000 വരെ കളക്ടർക്കും, ₹5 ലക്ഷം വരെ റവന്യൂ മന്ത്രിക്കും, ₹10 ലക്ഷം വരെ ധനമന്ത്രിക്കും, ₹20 ലക്ഷം വരെ മുഖ്യമന്ത്രിക്കും അതിന് മുകളിലുള്ള തുകയ്ക്ക് സംസ്ഥാന സർക്കാരിനും തിരിച്ചടവിന് ഇളവ് അനുവദിക്കാം. പിഴപ്പലിശ 12% നിന്ന് 9% കുറയുന്നത്.